നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിംഗ് ആണ്. അൺബോക്സ് ചെയ്യാൻ പോകുന്നത് സെൻഫോൺ മാക്സ് പ്രോ M1 ആണ്. അപ്പോൾ നമുക്ക് അൺബോക്സിംഗിലേക്ക് നമ്മളിന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് zenfone മാക്സ് പ്രോ M1 ആണ്. ഓക്കെ, നമുക്ക് ഈ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ വി ലവ് ഫോട്ടോ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റാണുള്ളത്. അത് അതിൽ ടോപ്പിലുള്ള ഒരു ചെറിയൊരു ബോക്സിനകത്താണ് ഒരു ടെക്സ്റ്റ് വന്നത്. ഓക്കെ, നമുക്ക് ഫോൺ കാണാം. ഓക്കെ, നമുക്ക് ഈ ഒരു ചെറിയ ബോക്സ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിലാണ് നമ്മുടെ ഫോണിൻ്റെ സിം ഇജക്ടർ പിന്ന് കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. നമ്മുടെ asus മൈക്രോയുടെ യൂസർ മാൻ വാറൻറ്റി കാർഡും ഈ ഒരു ചെറിയ ബോക്സിനകത്താണുള്ളത്. നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ കൂടി ഈ ഒരു ചെറിയൊരു ബോക്സിനകത്താണുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫോണിൻ്റെ ബാക്ക് കവർ. നമുക്കിത് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ് ഈ ഒരു ഫോണിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. നമുക്ക് നമ്മുടെ ഫോണ് ഇവിടെ കാണാൻ കഴിയും. ഓക്കെ, ഫോൺ കവർ ചെയ്തിട്ടുണ്ട്. ഫോണിന് താഴെ ഒരു ചെറിയൊരു സെക്ഷനുണ്ട്. അവിടെയാണ് നമ്മുടെ ചാർജർ കണ്ടെയ്ൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ചാർജർ 5 വോൾട്ട് 2 ആംപിയർ ചാർജറാണ് ഇതിനോടൊപ്പം ഉള്ളത്. കൂടാതെ ഇതിൻ്റെ ഡാറ്റ കേബിൾ ചാർജിങ് കേബിളാണിത്. കൂടാതെ തന്നെ ഇതിനോടൊപ്പം ഒരു ചെറിയൊരു സൗണ്ട് ബോക്സ് കൂടി നമുക്ക് ലഭിക്കുന്നു. അതായത് സൗണ്ട് ആംപ്ലിഫൈ ചെയ്യുന്നതിനുള്ള ഒരു സിമ്പിൾ മെക്കാനിസമാണ്. മാക്സ് ബോക്സ് എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നമുക്കിനി ഫോണിലേക്ക് കിടക്കാം. ഇത് ഫോൺ മുഴുവനായിട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആ പ്ലാസ്റ്റിക് ഇളക്കി മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ zenfone മാക്സ് പ്രോ M1. 5.99 ഇഞ്ച് ഫുൾ HD ഡിസ്പ്ലേ ആണ്. ഇതിൻ്റെ മുകളിലായിട്ട് 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറയാണ്. കൂടാതെ ഇയർ പീസ് ആൻഡ് സെൻസേഴ്സ് മുകളിൽ ഉണ്ട്. ഇനി ഇതിൻ്റെ പിറകിലേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ക്യാമറയാണ്. 13+5 ആണ് ഇതിൻ്റെ കോൺഫിഗറേഷൻ. അതിന് താഴെയായിട്ട് LED ഫ്ലാഷ് ഉണ്ട്. കൂടാതെ അതിന് താഴെ ഫിംഗർ പ്രിൻറ്റ് സ്കാനറും അസൂസിൻ്റെ ലോഗോയും നമുക്ക് കാണാൻ കഴിയും. ഇനി ഇതിൻ്റെ സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വോളിയം ബ്ലോക്കറും പവർ ബട്ടണുമാണുള്ളത്. ഇതിന് താഴെ പ്രൈമറി മൈക്രോഫോൺ, ഹെഡ്ഫോൺ ജാക്ക് ആൻഡ് USB പോർട്ടാണ്. നമ്മുടെ ഫോണിൻ്റെ ഇടത് സൈഡിലാണ് സിം ട്രേ കണക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമുക്ക് സിം ഇജക്ടർ പിൻ യൂസ് ചെയ്തിട്ട് നമുക്കത് ഓപ്പൺ ചെയ്യാം. ഇത് ഡുവൽ സിം സപ്പോർട്ടറാണ്. അതായത് 2 നാനോ സിം കാർഡ്സും ഒരു മൈക്രോ SD കാർഡും നമുക്കിതിൽ ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. കൂടാതെ ഇതിൻ്റെ ഈ ഫോണിൻ്റെ മുകൾ ഭാഗത്ത് സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്രോഫോൺ ഉണ്ട്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെ ബാക്ക് കവർ നമുക്ക് ഇൻസേർട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, വളരെ പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാക്ക് കവറാണ് ഇതിനോടൊപ്പം നമുക്ക് ലഭിക്കുന്നത്. +5 മെഗാ പിക്സൽ കോൺഫിഗറേഷനുള്ള ക്യാമറയാണ്. വളരെ മികച്ച ക്വാളിറ്റി ക്യാമറാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ക്യാമറ ഉപയോഗിച്ചെടുത്ത 1-2 ചിത്രങ്ങളാണിവ.